ഇപ്പൊ ഒരു പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത 10 കൊല്ലം എന്ന് പറയുന്നത്. പവർ കട്ട് AK ബാലൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ AK ബാലൻ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ പവർ കട്ട് ഉണ്ട്. ഞങ്ങളാണ് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നത്, അപ്പൊ പവർ കട്ട് ഉണ്ട്. LDF ഭരിച്ച 5 വർഷം ഒരു ദിവസം പോലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. UDF സർക്കാർ വന്നു. ഇതിപ്പോ 2ാം തവണയാണ് കേരളം വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട്? ഇതുപോലെ മഴ നഷ്ടപ്പെട്ട കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ സംഭവം ഉണ്ടായിട്ടില്ല. പവർ കട്ട് അവസാനിപ്പിച്ചതാരാണ്? അറിയാടൻ മുഹമ്മദ് സാർ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പവർ കോറിഡോർ ഇല്ല. കാരണം പുറത്തുനിന്നുള്ള വൈദ്യുതി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളില്ല. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പവർ കട്ടാണ്. അന്ന് പവർ കോറിഡോർ ഇല്ല. അപ്പൊ ഇപ്പോൾ പവർ കോറിഡോർ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് പവർ കട്ട് ഇല്ലാതായത്. ഇവരുടെ മെച്ചമല്ല, UDF ഗവൺമെന്റാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ പവർ കട്ട് ഇല്ലാതാക്കാനുള്ള ചെയ്ത്. ഇന്ന് പല സംസ്ഥാനങ്ങളിലും പവർ കട്ടില്ല, കാരണം പവർ കോറിഡോർ ഉള്ള ഒരു സ്ഥലത്തില്ല. അതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് പച്ചക്കള്ളം ഇവർ പ്രചരിപ്പിക്കും. ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ ചരിത്രം കൂടി അറിഞ്ഞു പോകാം. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് 18 വർഷത്തോളമായി. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ കാലത്ത് തിരുനെൽവേലിയിൽ നിന്ന് ഇടമൺ വരെ ലൈൻ പൂർത്തിയായതാണ്. ഇടമണിൽ നിന്ന് ഈസ്റ്റ് കൊച്ചി വരെയുള്ള ലൈൻ വലിക്കാൻ 32 ടവറുകളുടെ അടിത്തറയുടെ നിർമ്മാണവും പൂർത്തിയായി. അവിടെ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരിന് സാധിച്ചില്ല. പവർ ഹൈവേ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂമി ഏറ്റെടുക്കലും മറ്റും സംബന്ധിച്ച് നിരവധി എതിർപ്പുകൾ ഉയർന്നു. സമരം നടന്നു. കൊല്ലം, കോട്ടയം ജില്ലകളിലെ സ്ഥലമെടുപ്പാണ് പ്രധാന തലവേദനയായത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ തടസ്സം നിലനിന്നു. അങ്ങനെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി നടക്കുകയില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. എന്നാൽ 2016 മെയ്യിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ 2 മാസത്തിനകം തർക്കമുള്ള പ്രദേശങ്ങളിലെ MLA-മാരുടെ യോഗം വിളിച്ചു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ ആശങ്കകൾ പരിഹരിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോയി. ഇടമൺ കൊച്ചി പവർ ഹൈവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ കേരളത്തിന് പുറത്തുനിന്നും കൂടുതൽ വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. എതിർപ്പുയർത്തിയവരെ വിശ്വാസത്തിലെടുത്തും മതിയായ നഷ്ടപരിഹാരം നൽകിയുമാണ് 400 kV ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാകുന്നത്. 447 ടവറുകളിൽ 351 എണ്ണവും പൂർത്തീകരിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. 148 കിലോമീറ്ററിൽ 138 കിലോമീറ്റർ ലൈനും 3.25 വർഷം കൊണ്ട് പൂർത്തിയാക്കി. 2000 മെഗാവാട്ട് പ്രസരണശേഷിയുള്ള ഈ ലൈനിലൂടെ വൈദ്യുതി എത്തിത്തുടങ്ങിയതോടെ കേരളത്തിലെ പ്രസരണ ശൃംഖലയിൽ ശരാശരി 2 കിലോവാട്ട് വർധനയാണ് സാധ്യമാകുന്നത്. കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൽ നിന്നും കേരളത്തിന്റെ വിഹിതമായ 2066 മെഗാവാട്ട് വൈദ്യുതി പ്രസരണ നഷ്ടം ഒഴിവാക്കിയാണ് നമുക്ക് ലഭിക്കുക.